എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് വലിയൊരു കാടാണ് കാണിക്കുന്നത്. അതിലൂടെ ആരോ ചാടി പോകുന്നുണ്ട്. അതാരാ നോക്കിയാ നമ്മുടെ കഥയിലെ നായകൻ സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പൻ. കുട്ടപ്പനാവട്ടെ പ്രത്യേകിച്ച് മിഷൻ ഒന്നും ഇല്ലാതെ പ്രാക്ടീസും ചെയ്യാൻ കഴിയാതെ ഇപ്പൊ ശോകം അടിച്ച് ചാടി ചാടി കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് വിഷമിച്ച് ഇപ്പൊ ജിറയ മാമനെ രണ്ട് തെറിയൊക്കെ പറഞ്ഞ് അവിടെ കിടക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ചുന്ദരി പെണ്ണ് അവിടെ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുന്ന കാണാം. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും ആ ഒരു പെൺകുട്ടി ഇപ്പൊ അട്ടിപ്പൊളിയായിട്ട് ലീഫ് വില്ലേജ് തന്നെ അങ്ങനെ അവളുടെ ക്യാൻവാസില് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവള് വരച്ച ആ ഒരു ചിത്രം കാണുമ്പോൾ അവൻ ഒരുപാട് സന്തോഷാവും. പക്ഷേ ലീഫ് വില്ലേജിലെ തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്തിനു പകരം അവൾ ഇരുണ്ടു മൂടിയ ഒരാകാശമായിരിക്കും അവളുടെ ചിത്രത്തിൽ വരയ്ക്കുക. പക്ഷെ അവളാവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പെയിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടപ്പൻ കാണും ലീഫ് വില്ലേജിലെ ആ ഒരു തെളിഞ്ഞ ആകാശം ഇപ്പൊ പതിയെ പതിയെ അവള് വരച്ചതുപോലെ ഇരുണ്ട് കൂടാൻ തുടങ്ങും. ഇതെന്തടപ്പനെ ഇവള് വല്ല മന്ത്രവാദിനിയാണോന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ വണ്ടടിച്ചു നിൽക്കും. അവൻ പേടിച്ച് ഓടി വന്ന് ഇപ്പൊ അടുത്തായിട്ട് അവൾ എന്താ വരയ്ക്കാൻ നോക്കും. അവൾ ആ ചിത്രത്തില് ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷന്റെ മേലെ വലിയൊരു ഇടിമിന്നൽ വീണ് അത് മുഴുവനായിട്ട് കത്തുന്നതായിട്ട് ഇപ്പൊ വരയ്ക്കാൻ തുടങ്ങും. കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് നോക്കുമ്പോ കറക്റ്റായിട്ട് ഒരു ഇടിമിന്നൽ വീണ് അതങ്ങനെ തന്നെ കത്താൻ തുടങ്ങും. കുട്ടപ്പൻ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ കാറിക്കൊണ്ട് പുറത്തേക്ക് ഓടും. വെള്ളം ഒഴിക്ക്, ആരെങ്കിലും വെള്ളം ഒഴിക്കുന്നു പറയുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരു പൊട്ടൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ഇപ്പൊ ഹൊക്കാഗയുടെ തലയിൽ തന്നെ കമിഴ്ത്തും. ഹൊക്കാഗെ ആന്റിക്ക് കലി കയറി നീയൊക്കെ എവിടുത്തെ നിഞ്ചയാണെന്ന് പറഞ്ഞ് അവള് മേലെയുള്ള തീ കാണിച്ചു കൊടുക്കും. എത്രയും പെട്ടെന്ന് അവിടേക്ക് വെള്ളം അടിച്ചു കയറ്റി ആ തീ കെടുത്താനായിട്ട് ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ നിലവിളിച്ചു പറയും. ആ സമയത്ത് ഇപ്പൊ കുറേണെ ആവട്ടെ അതെല്ലാം കണ്ടിട്ട് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇപ്പൊ സംഭവിക്കുകയാണ്. ഇവിടെ ആ ഒരു ചുന്ദരി പെണ്ണാവട്ടെ ഇപ്പൊ ഡ്രോയിങ് ഒക്കെ നിർത്തി അവളുടെ പേപ്പറും ബുക്കൊക്കെ ആയിട്ട് കാഷ്വലായിട്ട് ഇപ്പൊ നടന്ന് മുൻപോട്ട് പോകും. കുട്ടപ്പം മെല്ലെ അവളെ ഫോളോ ചെയ്ത് അവളുടെ തൊട്ടടുത്തെത്തുമ്പോ എടി 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 എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് മെഡിക്കൽ ടീംസ് വന്ന് അവളെ ഇഞ്ചക്ട് ചെയ്ത് അവിടുന്ന് എടുത്തോണ്ട് പോകും. അവളെ പിടിച്ചോണ്ട് പോകുന്ന കണ്ട് നമ്മുടെ കുട്ടപ്പൻ അവളെ രക്ഷിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുമെങ്കിലും അപ്പോഴേക്കും അൻപോ ബ്ലാക്ക് ഓപ്സ് അവനെ തടയും. നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച് നിന്നെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു പറയും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗയുടെ മാൻഷനില് വെള്ളം ഒഴിച്ച് തീ കെടുത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ഡോക്യുമെന്റ്സ് നനഞ്ഞു പോയിരിക്കുകയാണ്. സാക്കുറ ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് ഇപ്പൊ പുറത്ത് വെയിൽ കായാൻ വെക്കുമ്പോ കുറേണ മാസ്റ്റർ അവിടെ സാഡായിട്ട് നിൽക്കുന്ന കാണും. സാക്കുറ അവളോട് മിണ്ടാൻ ശ്രമിക്കും. പക്ഷെ അവളാവട്ടെ മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്തേക്ക് പോകും. പക്ഷെ സാക്കുറ അവള് വിടാതെ പുറകെ പോയി അവൾ എന്താണ് ഹൊക്കാഗയോട് പറയുന്നതെന്ന് കേൾക്കാനായിട്ട് ഇപ്പൊ ഒളിഞ്ഞു നിൽക്കും. കുറുന അവിടെ ചെന്ന ഉടൻ തന്നെ സ്ക്വാഡ് 18 ഞാൻ ഇനി വർക്ക് ചെയ്യില്ല, ഇവിടെ ഒരു ടീച്ചറായിട്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഹൊക്കാഗയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ നമ്മുടെ സ്വത്തുമണി കുട്ടപ്പൻ ഇപ്പൊ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ആ ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും. എങ്കിലും എന്തായിരിക്കാം അവളെ മെഡിക്കൽ ടീംസ് തൂക്കിക്കൊണ്ടുപോകാൻ കാരണം? ഇനി അവൾക്കും എന്നെപ്പോലെ മുഴുത്ത പ്രാന്താണോ? അൻപു ബ്ലാക്ക് ഓപ്സ് പോലും അവളുടെ പുറകെ പോവാണ്. അവൾ അത്രയും മോശപ്പെട്ട ഒരു ഡേഞ്ചർ പെൺകുട്ടിയാണോ? അപ്പൊ കുട്ടപ്പൻ കിടക്കുന്ന ഒരു മതിലിന്റെ അപ്പുറത്തായിട്ട് നമ്മുടെ കിബയും ഷിനോയും കുട്ടപ്പയും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമ്മുടെ കുട്ടപ്പൻ കേൾക്കും. അവൻ ഉടനെ ചാടിച്ചെന്ന് അവരുടെ അടുത്ത കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോ അവര് പറയും, ഞങ്ങളുടെ ചീഫ്, ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ കുറൈണ അവളിപ്പോ ഞങ്ങളെ വിട്ടു പോവാണ്. ഹൊക്കാഗെ ഡയറക്റ്റ് കണ്ട് അവൾ റിസൈൻ ഇട്ടിട്ടാണ് ഇപ്പൊ ഞങ്ങളെ വിട്ടു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതൽ പുതിയ ഇൻസ്ട്രക്ടർ ആയിരിക്കും ഞങ്ങളുടെ കൂടെ. പക്ഷെ ഞങ്ങൾക്കിഷ്ടം കുറേണയാണ്. അവളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വീണ്ടെടുക്കണം. ഞാനുള്ളപ്പോൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് വട്ടുണ്ടോ ചോദിച്ചിട്ട് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഇങ്ങനെയുള്ള കാര്യത്തിന് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ടെൻഷൻ അടിച്ച് കുറേനയുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? എല്ലാവരും പറയുന്നു നീ ടീം 18 വിട്ട് പോവുകയാണെന്ന്. അതിനു മാത്രം എന്താ സംഭവിച്ചതെന്ന് കുട്ടപ്പൻ അവളോട് ചോദിക്കും. അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, എന്നെ ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവും നിനക്കില്ല. എനിക്കിനി ഒരിക്കലും അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യം നീ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോകാൻ പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ
ഒന്നും മനസ്സിലാവാതെ വളരെ വിഷമത്തോടെ ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ സാക്കുറ ആവട്ടെ നനഞ്ഞുപോയ ഹൊക്കാഗയുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഇപ്പൊ വെയിലത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന് കുറേണ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് പറയും. അപ്പൊ കുട്ടപ്പൻ പറയും, ഞാൻ തീർച്ചയായിട്ടും ഹൊക്കാഗയെ ചെന്ന് കണ്ട് എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് കുറേണ പോകുന്നതെന്നും ചോദിച്ചു മനസ്സിലാക്കുമെന്ന് പറയുമ്പോ സാക്കുറ കുട്ടപ്പന്റെ കൈ പിടിച്ച് പറയും, അവൾ പോകുന്നത് ഒരു നല്ല കാര്യത്തിനാണ്, അതുകൊണ്ട് നീ ഈ കാര്യത്തെ ഓർത്ത് കൂടുതൽ തല പുണ്ണാക്കണ്ടെന്ന് പറയും. അപ്പോഴായിരിക്കും കുട്ടപ്പന് മനസ്സിലാവുക അവള് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചില കാര്യങ്ങള് സാക്കുറയ്ക്ക് അറിയാമെന്ന്. കുട്ടപ്പൻ അവളെ നിർബന്ധിക്കും, പറ എന്തുകൊണ്ടാണ് അവളിപ്പോ പോകുന്നേ. അതിന് സാക്കുറ വേണ്ട വേണ്ട, എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല എന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. നീ പറയുന്ന കേട്ടാ തോന്നും ഞാനെന്തോ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇപ്പൊ ഒളിഞ്ഞു കേട്ടതുപോലെ. അപ്പോഴായിരിക്കും കുട്ടപ്പന് പിടികിട്ടുക സാക്കുറ അവർ രണ്ടുപേരും പറയുന്ന കാര്യം കറക്റ്റായിട്ട് ഒളിഞ്ഞു കേട്ടു എന്ന്. ഇത് ഞാൻ പുറത്ത് പറയണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ എന്താണ് കേട്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ സാക്കുറ ആവട്ടെ അവനെ വിളിച്ചുകൊണ്ട് പോയി അവൾ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആരംഭിക്കും. ഇപ്പൊ സാക്കുറ പറയും, ആ ഒരു പെയിന്റ് ചെയ്ത് നമ്മുടെ ഹൊക്കാഗയുടെ മാൻഷൻ തന്നെ തകർക്കാൻ ശ്രമിച്ച ആ ഒരു പെണ്ണിന്റെ പേരാണ് യാക്കൂമ. അവളെ ആ രീതിയിലാക്കി മാറ്റിയത് കുറേണയാണെന്ന് പറഞ്ഞ് അവളാവട്ടെ ഹൊക്കാഗയോട് എനിക്കിവിടെ നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുകയാണെന്ന് ഹൊക്കാഗയോട് പറഞ്ഞു. അതിന് ഹൊക്കാഗ പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, അവളിപ്പോ സേഫ് ആയിട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അവളുടെ കൂടെ തന്നെ അൻപു ബ്ലാക്ക് ഓപ്സും മെഡിക്കൽ ടീമും ഇപ്പൊ ഹില്ലിന്റെ പുറകിലുള്ള ആ ഒരു ബിൽഡിങ്ങില് ഇപ്പൊ വളരെ സുരക്ഷിതമായിട്ടുണ്ട്, അതുകൊണ്ട് നീ പോവണ്ട, യാതൊരു കാര്യമില്ലാന്ന് ഇപ്പൊ ഹൊക്കാഗ പറയും. അപ്പൊ കുട്ടപ്പന് പിടികിട്ടും അവൻ കണ്ട അതേ ബ്ലാക്ക് ഓപ്സും ആ രണ്ട് മെഡിക്കൽ ടീംസുമാണ് ഇപ്പൊ അവളെ കടത്തിക്കൊണ്ട് പോയത്. തീർച്ചയായിട്ടും ഞാൻ അവളെ കണ്ടുപിടിച്ച് ഈ പ്രശ്നം സോൾവ് ആക്കൂന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പന് മനസ്സിലാവും ആ ഒരു ചുന്ദരി പെണ്ണിന് തീർച്ചയായിട്ടും കുറേണയുടെ എന്തൊക്കെയോ ചില സീക്രട്സ് അതറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പൊ കുറേണ ഇവിടം വിട്ടുപോകുന്നത്. ഇതുറപ്പായിട്ടും ഞാൻ കണ്ടുപിടിക്കുന്നു പറയുമ്പോ കട്ട് ചെയ്ത ഇവിടെ ലീയും നമ്മുടെ മൈക്കയും ആവട്ടെ പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. അതങ്ങനെ തന്നെ ഇപ്പൊ മുകളിലിരുന്ന് നോക്കി ആസ്വദിക്കുകയാണ് നമ്മുടെ കുറേണ. അത് നോക്കി നിന്ന് ഇപ്പൊ അങ്ങനെ അവളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അപ്പൊ തേർഡ് ഹൊക്കാഗെ കുറേണ ഗെഞ്ചിപ്സൂല് വളരെ ടോപ്പ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചുന്ദരിപ്പെണ്ണിന്റെ സംരക്ഷണം കുറേണയെ ഏൽപ്പിക്കും. കാരണം ആ ഒരു ചുന്ദരിപ്പെണ്ണിന്റെ ഗ്രാമം അവർ ഗെഞ്ചിപ്സൂല് വളരെ ടോപ്പാണ്. ഇവളുടെ ക്ലാന് പണ്ട് വളരെ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാൻ തന്നെയായിരുന്നു. പക്ഷെ അതേ ക്ലാൻ ഇപ്പൊ പതിയെ പതിയെ തകർന്ന് പവർ ഇല്ലാതെ നിൽക്കുകയാണ്. ഈ ഒരു ചുന്ദരി പെണ്ണ് അവള് മൊറോക്കോ എന്ന് പറയുന്ന ഒരു ഹെഡ് ഫാമിലിയിലെ അവസാനത്തെ മെമ്പറാണ്. അവൾക്ക് ഒരുപാട് പവറും ഒരുപാട് കഴിവും ഉണ്ട്. പക്ഷെ എന്താ അവൾക്കിപ്പോൾ സുഖമില്ല. അതുകൊണ്ട് അവളെ അക്കാദമിയിൽ അയച്ച് ഇപ്പൊ പ്രാക്ടീസ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾക്ക് ട്രെയിനിങ് നീ തന്നെ കൊടുക്കണം. അതുകൊണ്ട് അവൾക്കുള്ള ട്രെയിനിങ് അത് നീ തന്നെ കൊടുക്കണം. മാത്രമല്ല അവളുടെ ഗെഞ്ചിപ്സു പവർ അത് വളരെയധികം കൂടുതലാണ്. അവളെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ആപത്താണ്. അവൾ ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ തീർച്ചയായിട്ടും അവളുടെ ക്ലാൻ അത് തിരികെ പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും പോലും ഇപ്പൊ ജീവനോടുകൂടെ ഇല്ല എന്ന കാര്യം അവൾക്കറിയില്ല. ഈ രഹസ്യങ്ങളൊക്കെ തന്നെ നീ എല്ലാവരിൽ നിന്ന് മറച്ചു വെക്കണമെന്ന് തേർഡ് ഹൊക്കാഗെ കുറുണയോട് പറയും. കുറുണ ഹൊക്കാഗ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ അവൾക്ക് ഒരുപാട് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങും. പക്ഷെ അവള് ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ചുന്ദരിപ്പെണ്ണ് പറയും, എനിക്ക് ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ പ്രാക്ടീസ് ചെയ്ത് വലിയൊരു നിഞ്ചയായി തീരണം. അതിന് കുറേണ പറയും, ഞാൻ മൈഗൈ അല്ല, നിനക്ക് ഒരേ ടെക്നിക്ക് പറഞ്ഞു തന്ന് നിന്നെ നിഞ്ചയാക്കി മാറ്റാൻ. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണ് വിഷമിച്ച് അങ്ങനെ നിൽക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ കുറേണ ആവട്ടെ അവൾ ഓർത്തെടുക്കും. കുറേണ പതിയെ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്ന് ലീ അവൻ അടിപൊളിയായിട്ട് ഇപ്പൊ ഇംപ്രൂവ്ഡ് ആയെന്ന് പറയും. അപ്പോഴാണ് ഇപ്പൊ മൈഗൈ ചോദിക്കുക, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ എന്തുകൊണ്ടാണ് ടീം 18 നിന്ന് ഇപ്പൊ ക്വിറ്റ് ചെയ്തത്? അതിന് അവള് പറയും, ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാൾക്കാർക്ക് പോലും വലിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ല.
അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല ട്രെയിനറല്ല, ഞാൻ അത്ര നല്ല ട്രെയിനറല്ല, അതുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ആകുന്നതെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ മൈഗൈ ആവട്ടെ ഇപ്പൊ അവളെ ഉപദേശിച്ച് കൊല്ലാൻ തുടങ്ങും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ കുറേനാവട്ടെ അവള് ഹായ് ആയിട്ട് പുറത്തേക്ക് പോവും. ഇവിടെ കുട്ടപ്പൻ ആ ഒരു ചുന്ദരിപ്പെണ്ണിനെ ഓർത്ത് ഇപ്പൊ കറക്റ്റായിട്ട് അവൾ നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്ത് വരും. അപ്പൊ കുട്ടപ്പൻ കാണും ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റും ഇപ്പൊ ഒരുപാട് ട്രാപ്പ് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത്, കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അടുത്തുള്ള ഒരു ബെല്ല് അത് പതി അടിക്കാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ബിൽഡിങ്ങിന്റെ അകത്തുള്ളവർക്ക് മനസ്സിലാവും പുറത്ത് ഇപ്പൊ ആരോ വന്നിട്ടുണ്ടെന്ന്. പുറത്ത് ആരാണെന്ന് നോക്കാനായിട്ട് മെഡിക്കൽ ടീംസ് വാതിൽ തുറക്കുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല, നമ്മുടെ കുറേണ ആയിരിക്കും. കുറേണ പെർമിഷൻ വാങ്ങി ഇപ്പൊ നമ്മുടെ ചുന്ദരിപ്പെണ്ണിനെ കാണാൻ അവളുടെ റൂമിലേക്ക് കയറി ചെല്ലും. അവിടെ മുഴുവൻ ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ അവൾ ആ ചുന്ദരിപ്പെണ്ണിനെ അവിടെ കാണില്ല. പക്ഷെ അതിന് പകരമായിട്ട് അവൾ വരച്ച ഒരുപാട് ചിത്രങ്ങള് ഇപ്പൊ കുറേണ കാണും. അതിലൊരു ചിത്രത്തില് അവളുടെ നെഞ്ചിലൂടെ എന്തോ ഒരു വലിയ പ്രകാശം കടന്നു പോകുന്നതായിട്ട് കണ്ട് ഇപ്പൊ കുറേണ പേടിച്ചു വിറയ്ക്കും. എന്റെ നെഞ്ചിലൂടെ ഇതെന്താ കേറി പോകുന്നതെന്നറിയാതെ അവള് പേടിച്ചു നിൽക്കുമ്പോ അയ്യോ അമ്മേ എന്നൊരൊച്ച ഇപ്പൊ പുറത്തുനിന്ന് കേൾക്കും. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ പേടിച്ചു വരച്ച് താഴെ വീണ് കിടക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ കുട്ടപ്പനാണ് കുറേണയുടെ വേഷത്തില് ആ ഒരു റൂമിലേക്ക് കയറി ചെന്നത്. മെഡിക്കൽ ടീംസും അൻപു ബ്ലാക്ക് ഓപ്സും കുട്ടപ്പനെ ചീത്ത വിളിക്കുമ്പോ കുട്ടപ്പൻ കാണും ഇപ്പൊ മുകളിലായിട്ട് ആ ഒരു ചുന്ദരി പെണ്ണ് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനെ നോക്കി നിൽക്കുന്നത്. അത് കണ്ട് കുട്ടപ്പൻ വിളിച്ചു പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കണം. കുട്ടപ്പൻ കാറുന്ന അതേ സമയത്ത് തന്നെ ഇപ്പൊ മെഡിക്കൽ ടീംസ് ആവട്ടെ ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ അവന്റെ കഴുത്തിൽ കുത്തിവെച്ച് ഇപ്പൊ മയക്കി താഴെയിടും. ആ കാഴ്ചകളെല്ലാം തന്നെ യാതൊരു കൂസലും ഇല്ലാതെ നോക്കി നിൽക്കുന്ന നമ്മുടെ ചുന്ദരിപ്പെണ്ണിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.